ഹലോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഷോർട്സ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. കാരണം കുറച്ച് ബിസി ആയിപ്പോയി. വേറൊന്നുമല്ല, ഞാൻ ഡ്രസ്സിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ. അത് മെൻസ് വെയർ ആണ്. അവിടെ തന്നെ ലേഡീസും ഇട്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു സ്റ്റാർട്ടപ്പ് ആവും. മാത്രമല്ല എനിക്കൊരു ബേസാണ് ആവശ്യം. അതിപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. ലൈക്ക് എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം താളം തെറ്റുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആളങ്ങനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ലൈക്ക് ഈ ബിസിനസ് നീ നിൻ്റെ ഡ്രസ്സിൻ്റെ നിൻ്റെ നോക്കിക്കോ, ഞാൻ എൻ്റെ സൈഡ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു പോയി. ഇല്ലാത്ത പൈസ കടം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് ഇറങ്ങി തിരിച്ചത്. അതും ഇന്ത്യ പാകിസ്ഥാൻ ആ പ്രശ്നം നടക്കുന്ന സമയത്താണ് ഞാൻ സാധനം എടുക്കാൻ വേണ്ടി മറ്റേ ബോംബെയിലും സൂറത്തിലൊക്കെ പോയത്. എനിക്ക് ഒരുപാട് നഷ്ടം വന്നു. കാരണം എന്താ പറയുക, ആ സമയത്ത് ഈ ഒരു വാർ നടക്കണതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുമായിരുന്നു. എന്നിട്ടും എന്താ പറയുക, നഷ്ടം വന്നിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിൽ ലാഭമൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്ക് 101% ഉറപ്പായി. എന്നാലും കുഴപ്പമില്ല, ഒരു സ്റ്റാർട്ടപ്പ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സാധനമൊക്കെ എടുത്ത് വന്നു. അന്ന് വന്ന ശേഷം പിന്നെ ഇവിടെ കുറച്ചൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഷോപ്പിൽ കൊണ്ട് സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് അതൊന്നും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതാണ് നല്ലത്. ആരെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ എന്താ പറയുക, അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒന്നും അല്ലാത്തൊരവസ്ഥയിലാവും. ഈ സെയിം നമ്മൾ അവരോട് ചെയ്യില്ല, പക്ഷെ അവർ നമ്മളോട് ചെയ്യും. അവർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവരോട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതുപോലെ ആയിരിക്കില്ലല്ലോ എല്ലാവരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിട്ടിട്ട് പെട്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം ഞാൻ ആ സ്റ്റോക്കൊക്കെ എടുത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്.